ഇന്നത്തോടെ ഓളെ റൈഡിന്റെ പൂതി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ നല്ലൊരു മഴക്കുള്ള കോളും ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ വന്നായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് ബീച്ചും ഉണ്ട്, അപ്പോൾ മ്യൂസിയം ഉണ്ട്, ലൈറ്റ് മ്യൂസിയം. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ കയറ്റി വിടുന്നില്ല, ബീച്ചിൻ്റെ ഉള്ളിൽ കയറ്റി വിടുന്നില്ല. റെഡ് അലേർട്ടാണ് കണ്ണൂർ. അപ്പോൾ പയ്യാമ്പലം ബീച്ചിക്കും കയറ്റി വിടൂലെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെന്തായാലും നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ് അല്ലേ പൊന്നോ? അപ്പോൾ ഞങ്ങളെ മലപ്പുറത്തേക്ക് ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ മൂഞ്ചി ഗായ്സ്, മൂഞ്ചി. പൊന്നൂരാണെന്നുണ്ടെങ്കിൽ ഒരേ വാശി, എനിക്ക് ലേസ് മേടിച്ച് തരുമോന്ന്. അപ്പോൾ ഞാനൊരു 2 ലേസ് മേടിച്ച് കൊടുത്ത്, ഒന്നോളെ തിന്നും ചെയ്ത്, ഒന്നോളെ കയ്യിലുണ്ട് കേട്ടോ. വരുമ്പോൾ നല്ല മഴയായിരുന്നു ഗായ്സ്, ഒടുക്കത്തെ മഴ, ഒന്നും പറയാനില്ല. ഗായ്സ്, ഞങ്ങൾ കോഴിക്കോട് ഏകദേശം എത്താറായിരുന്നു. അപ്പോൾ മഴയത്തൊന്ന് ഫോൺ എടുക്കാൻ വയ്യ, നല്ല മഴയാണ്, രക്ഷയില്ലാത്ത മഴ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടാണ് വണ്ടി. ഇവിടെ എടുക്കുന്ന നമ്മളെ പുലിക്കുട്ടി. എന്നാ പാട്. അപ്പോൾ എന്തായാലും ഈ കോഴിക്കോട് എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ചേളാരിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പൊന്നൂനാണെന്നുണ്ടെങ്കിലോ ഇന്നത്തോടെ ഓളെ റൈഡിൻ്റെ പൂതി തീർന്നിട്ടുണ്ടാവും. ബൈക്കിൻ്റെ ബാക്കിൽ കണ്ടിട്ട് ഭയങ്കര പെയിന്, ബാക്ക് പെയിന്. അപ്പോൾ ഇന്നത്തോടെ ഓളെ റൈഡിൻ്റെ പൂതി തീർന്നില്ല, പൂതി തീർന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഓളെ കിളി വയ്ക്കണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ചായ കുടിക്കട്ടെ അല്ലേ പിന്നെ? അതെ, അപ്പോൾ ചായ കുടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ്ട് തെറിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ നാട്ടിലെത്തിയിട്ട് നമുക്ക് ഒന്നുകൂടെ ചായ കുടിക്കണ്ട്. സമൂസ, പഴംപൊരി, പിന്നെന്താ റോള്. ഒന്നുകൂടെ കഴിച്ചോ. അത് കച്ചപ്പ് മസ്റ്റാണ്, കച്ചപ്പില്ലാതെ അവള് കഴിക്കൂല ഗായ്സ്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു, ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ചായ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും നോക്കിയില്ല, നാട്ടിൽ നേരെ വെച്ച് പിടിച്ചു. ഗായ്സ്, ഞങ്ങൾ ഒരു വിധത്തിൽ അങ്ങനെ വീട്ടിലെത്തി. അപ്പോ പൊന്നു എങ്ങനെ ഉണ്ടായിരുന്നു? റൈഡ് മൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പോ പൊന്നുവിന്റെ കിളി പാറിയിക്കണ്. ബൈക്കും ഇരുന്നിട്ട് പൂപ്പാട് ഇളകിയിരിക്കണം. നമ്മൾ പിന്നെ ഇടക്കിടക്കൊക്കെ പോണോണ്ട് പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെയായാലും പൊന്നു ഹാപ്പി അല്ലേ, ഉഷാറല്ലേ? ഇതുപോലത്തെ ഒരുപാട് റൈഡുകൾ നമ്മൾ പോണ്ടേ. അപ്പോൾ അത്യാവശ്യം മഴ ഒക്കെ കിട്ടിയില്ലേ? ടാറ്റാ ടാറ്റാ.